ഹലോ ഓൾ, നമുക്കിന്ന് ടാക്സോണമിക് പ്രൊസീജിയറിലെ കാറ്റലോഗിങ്ങും റെക്കോർഡിംഗ് ഓഫ് ഫീൽഡ് ഡാറ്റയും എന്താണെന്നുള്ളത് നോക്കാം. കാറ്റലോഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ കളക്ഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ ഇൻഫോർമേഷൻസിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ കാറ്റലോഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ക്ലാസിഫിക്കേഷൻ, നെയിമിംഗ്, റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ അതൊക്കെയാണ് കാറ്റലോഗിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയും വേറൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെയും കാറ്റലോഗിങ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് സ്പെസിമെൻസിന് കാറ്റലോഗിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹയർ വെർട്ടിബ്രേറ്റ് എടുക്കുകയാണ്, ഹയർ ആയിട്ടുള്ള ഓർഗാനിസംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാറ്റലോഗിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കാർഡ് കാറ്റലോഗിങ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു കാർഡിൽ അവരുടെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എഴുതി ഫില്ല് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാർഡ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഹയർ വെർട്ടിബ്രേറ്റ്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കാറ്റലോഗിങ് എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിസിലാണ് ചെയ്യുക. ഏത് ലൊക്കേഷനാണ്, ജോഗ്രഫിക്കൽ ഏരിയ ഏതാണ്, അതിൻ്റെ ബേസിസിലാണ് സ്പെസിമെൻസിനെ നമ്മൾ കാറ്റലോഗിങ് ചെയ്യുന്നത്. സ്പീഷ്യസ് ലെവലിലോ ജീനസ് ലെവലിലോ ഒരു പെർട്ടിക്കുലർ സ്പെസിമെൻസിനെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റലോഗിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ സ്പെസിമെൻസിനെ കളക്ട് ചെയ്തു. ഈ സ്പെസിമെൻസിനെ എല്ലാം നമ്മൾ ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ നടത്തും. ഏത് സ്പീഷ്യസ് ആണ് അല്ലെങ്കിൽ ഏത് ജീനസ് ആണ്, ആ ലെവലിലെങ്കിലും നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് അതിൻ്റെ ഇൻഫർമേഷൻസ് എഴുതി വയ്ക്കുള്ളൂ. കാരണം ഒരു ഓർഗാനിസം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചതിന് കാര്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഏത് സ്പീഷ്യസ് അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് കാറ്റലോഗിങ് എന്നുള്ള പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ഇനി സ്പെസിമെൻസ് നമ്മൾ കുറേ സ്പെസിമെൻസിനെ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓരോ സ്പെസിമെനും ഇതുപോലെ കാറ്റലോഗ് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്രയും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ലോട്ട് എടുത്ത് കുറച്ച് സ്പെസിമെൻസിനെ മാത്രം എടുത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു സ്പെസിമെനെ എടുത്ത് ആ ലോട്ടഡ് നമ്പറിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റലോഗിങ് എന്നുള്ള പ്രൊസീജിയറിലേക്ക് ചെയ്യുന്നു. ആ നമ്പറിൽ എടുത്ത കളക്ഷൻസിനെ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ലൊക്കാലിറ്റി, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈപ്പ് സ്പെസിമെൻ. ടൈപ്പ് സ്പെസിമെൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹോളോ ടൈപ്പ്, ലെക്ടോ ടൈപ്പ് പോലുള്ള ടൈപ്പ് സ്പെസിമെൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സോണമിക്കൽ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ മ്യൂസിയത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും റെപ്പോസിറ്ററിയിലൊക്കെ എല്ലാം എല്ലാ ടൈപ്പ് സ്പെസിമെൻസിനെയും നമ്മൾ കാറ്റലോഗ് ചെയ്ത് വെക്കണം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിമെൻസ് ആണ്. പിന്നെ പറയുന്നത് നമ്മൾ ഹെർബേറിയം. വി നോ വാട്ട് ഈസ് ഹെർബേറിയം. പ്ലാന്റ് സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്യുന്ന രീതികൾ ആണ് നമ്മൾ ഹെർബേറിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹെർബേറിയം ഷീറ്റിൽ പ്ലാന്റിനെ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പ്ലാന്റിനെ ഡ്രൈ ചെയ്ത് എടുത്തു വെക്കുന്നു. അപ്പോൾ ആ ഒരു ഹെർബേറിയം കളക്ഷൻസിനെയും ഒരുപാട് ഹെർബേറിയം കളക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അതിനെ കാറ്റലോഗ് ചെയ്ത് വെക്കുന്നത് ഒരു ഇൻഡെക്സ് രജിസ്റ്ററിലാണ്. ഇൻഡെക്സ് രജിസ്റ്ററിൽ ആ ഒരു ഹെർബേറിയത്തിൻ്റെ പ്ലാന്റ് ഏതാണ്, അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ജീനസ്, അതിൻ്റെ ഫാമിലി, അതിൻ്റെ ജീനസ് നമ്പറൊക്കെ നമ്മൾ കൊടുത്ത് അതിനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കാറ്റലോഗിങ് എന്ന് പറയുന്നത്. ഹെർബേറിയത്തിലും കാറ്റലോഗിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡാറ്റകളെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള കളക്ഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള കളക്ഷനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. നമ്മളൊരു മ്യൂസിയം എടുത്ത് പോയി കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ നമുക്ക് ഒരുപാട് സ്പെസിമെൻസിനെ കാണും. അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ആ ഒരു അറേഞ്ച് ചെയ്ത രീതി തന്നെ ഒരു കാറ്റലോഗിങ് പോലെ ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ അവർ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ തന്നെ നമുക്കറിയാം ആ ഒരു ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഓർഡറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും ഈ കാറ്റലോഗിങ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിയം കളക്ഷൻസ് കാറ്റലോഗിങ്ങിന് വളരെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊരു റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാറ്റലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടീഡിയസ് ആയിട്ടുള്ളൊരു വർക്കാണ്. വളരെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഓരോ സ്പെസിമെൻ എടുക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വർക്കായതുകൊണ്ട് തന്നെ റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ റിസർച്ച് പ്രൊസീജിയറിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്യാതെ അവസാനം നമ്മളതിനെ നമ്മൾ ടൈം അനുവദിക്കുന്നതിനനുസരിച്ച് നെസസറി എപ്പോഴാണോ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് കാറ്റലോഗിങ് പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഒരു മ്യൂസിയത്തിലുള്ള ഒരു കാറ്റലോഗിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു മ്യൂസിയം കാറ്റലോഗിങ് സിസ്റ്റത്തിൽ മ്യൂസിയത്തിലെ നമ്പർ ഉണ്ടായിരിക്കും,
അതായത് ആ കാറ്റ് സ്പീഷ്യസിൻ്റെ നമ്പർ മ്യൂസിയത്തിൽ എവിടെയാണെന്നുള്ളത്, ഒറിജിനലായിട്ടുള്ള ഫീൽഡ് നമ്പർ ഉണ്ടായിരിക്കും, ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടായിരിക്കും, സയൻറ്റിഫിക് നെയിം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എക്സാക്റ്റ് ലൊക്കാലിറ്റി എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ഡേറ്റ് ഓഫ് കളക്ഷൻ, നെയിം ഓഫ് കളക്ടർ, പിന്നെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ് ഏത് രീതിയിലാണ് കാറ്റലോഗ് ചെയ്യുന്നത് ആ രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, ഇവിടുത്തെ മെറ്റീരിയൽസ് വേറൊരു സ്ഥലത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഡാറ്റകൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ കാറ്റലോഗിങ്ങിൽ കൊടുക്കണം. എപ്പോഴും നമ്മൾ കളക്ഷൻസ് എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരല്ല, വേറെ സ്ഥലത്തു നിന്നുള്ള കളക്ഷൻസ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ട്. ആ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഡാറ്റാസും കാറ്റലോഗിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രയാണ് കാറ്റലോഗിങ് എന്താണെന്ന് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒരു ടാക്സോണമിക്കലായിട്ടുള്ള പ്രൊസീജിയറിൽ പഠിക്കാനുള്ളതാണ് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ. എങ്ങനെയാണ് ഒരു ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. നമുക്കറിയാം ഏതൊക്കെ ഡാറ്റകളാണ് മെയിൻലി കളക്ട് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. ജോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കാലിറ്റി, ഡേറ്റ്, അതുപോലെ തന്നെ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് നമ്മുടെ കളക്ഷൻ ഇരിക്കുന്നത്, മെയിലാണോ ഫീമെയിലാണോ, ഇമ്മച്വർ ഫോമിലാണോ അഡൾട്ട് ഫോമിലാണോ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾട്ടിറ്റ്യൂഡ് ഓർ ഡെപ്ത്ത്, ഹോസ്റ്റ്, അതുപോലെ തന്നെ നെയിം ഓഫ് ദി കളക്ടർ, അതർ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാക്റ്റ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ ഹാബിറ്ററ്റിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കൺട്രിയാണ്, റീജിയൻ ഏതാണ്, ലാൻഡ് മാർക്ക് നിയർ ബൈ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലാൻഡ് മാർക്ക് ഏതാണ്, GPS കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ജോഗ്രഫിക്കൽ ലൊക്കാലിറ്റിയിൽ വരുന്നത്. പിന്നെ പറയുന്നത് ഡേറ്റ് ആണ്. ഡേറ്റ് നമുക്കറിയാം, കളക്ട് ചെയ്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് ഏത് സീസണിലാണ് നമ്മൾ കളക്ട് ചെയ്തത്, ആ സീസണിൽ ഉള്ള ബിഹേവിയർ പാറ്റേൺസ് എന്തൊക്കെയാണ്, മൈഗ്രേഷൻ പാറ്റേൺസ്. ഇപ്പോൾ ജൂണിൽ ഉള്ളൊരു ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ജൂണിൽ നമുക്ക് ഈ ഒരു ഓർഗാനിസം കിട്ടി, എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും കളക്ഷൻ നടത്തിയപ്പോൾ ഈ ഒരു ഓർഗാനിസം ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അവരുടെ മൈഗ്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡാറ്റയാണ് ഡേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് സ്റ്റേജ് ആണ്. എഡൾട്ട് മെയിലാണോ, എഡൾട്ട് ഫീമെയിലാണോ, ഇമ്മച്വർ ഫോമാണോ എന്നുള്ളത്. അത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോമാണോ അതോ ഇമ്മച്വർ ആയിട്ടുള്ള ഫോമാണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഓരോന്നിൻ്റെയും അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡൈനാമിക് പഠിക്കാനായിട്ട് നമുക്ക് മനസ്സിലാവും. പോപ്പുലേഷൻ ഡൈനാമിക്സ് ഉദ്ദേശിക്കുന്നത് ഒരു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇമ്മച്വർ ഫോമാണോ അല്ലെങ്കിൽ അഡൾട്ട് ഫോമാണോ, എന്തെങ്കിലും പോപ്പുലേഷനിൽ ഡിഫറൻസ് വരുന്നുണ്ടോ, അതൊക്കെ പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയറിനെ പറ്റി പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പിംഗ് സ്റ്റേജസ് ഓഫ് എ സ്പീഷീസ്. ഇപ്പോൾ ഒരു ഇൻസെക്റ്റിനെ സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റിൽ ലാർവൽ ഫോംസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏത് സ്റ്റേജാണ് നമുക്ക് കിട്ടിയ കളക്ഷൻ, ഇമ്മച്വർ ആണോ അഡൾട്ടാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് ഓർ ഡെപ്ത്ത്. ഡെപ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സീ ലെവലിൽ നിന്നും എത്രയും ഹൈ ആയിട്ടാണ് ഈ ഒരു ലൊക്കാലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഡെപ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സീയുടെ അടിയിലുള്ള ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ, ഡീപ്പ് സീലാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സീ ലെവലിൽ എത്രയാണ്, എവിടെയാണ് ഇരിക്കുന്നതെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഡെപ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈ ഡെപ്തിലാണോ, ഏറ്റവും അടിയിലാണോ ഈ ഒരു ഓർഗാനിസം ഉള്ളത്, അതോ സർഫസിലായിട്ടുള്ള വാട്ടറിലാണോ, അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കിയാലാണ് നമുക്കത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ ഏതൊരു ലൊക്കാലിറ്റിയിലാണത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ആൾട്ടിറ്റ്യൂഡും ഡെപ്ത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്പീഷ്യസിൻ്റെ അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ്. ഇപ്പോൾ സീയുടെ അടിയിൽ ജീവിക്കുന്ന ജീവികളിൽ അഡാപ്റ്റേഷൻസ് ആയിരിക്കില്ല, അവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകതകളായിരിക്കില്ല വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ പഠിക്കാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷനും അവരുടെ കറക്റ്റായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ പഠിക്കാനായിട്ട് ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്നതാണ് ഹോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാരസൈറ്റ്, ഒരു ഹോസ്റ്റ് ഉണ്ടായിരിക്കും. പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഒരു ഹോസ്റ്റ് ഉണ്ടായിരിക്കും.
പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം നമ്മുടെ ഇത്തിക്കണ്ടി പോലെയുള്ള ഓർഗാനിസംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അവർക്കൊരു ഹോസ്റ്റ് ഉണ്ടായിരിക്കും. അതേതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. സിംബയോസിസ്, പാരസൈറ്റിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ഹോസ്റ്റ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പാരസൈറ്റ് മാത്രമല്ല, ഒരു ഓർഗാനിസം ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, അത് ഏതാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. പിന്നെ നെയിം ഓഫ് ദി കളക്ടർ, ആരാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആൾ ആരാണ് കളക്ട് ചെയ്തതെന്ന് അറിയാതെ നമുക്ക് ഫർദർ റെഫറൻസിന് ആളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത സ്പെസിമെൻ ഒരു പബ്ലിക്കേഷനിലേക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത ആൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടണം. ആൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പേര് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ഫോളോ അപ്പ് ക്വറീസ് ഉണ്ട്, ആ കളക്ഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളക്ടറുടെ നെയിം അതിൽ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള വേറെ ഇൻഫർമേഷൻസ്, ബിഹേവിയറലായിട്ടുള്ള നോട്ട്സ് നമുക്ക് കൊടുക്കാം, എൻവയോൺമെൻ്റലായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്തൊക്കെയാണെന്ന് കൊടുക്കാം, വെതർ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഫ്യൂച്ചറായിട്ടുള്ള റിസർച്ചിന് നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ വേണം ഒരു ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട്. ഇതൊക്കെയാണ് ഒരു ഡാറ്റയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ റെക്കോർഡിംഗ് ഡാറ്റ ചെയ്യാൻ പറ്റും, മെത്തേഡ്സ് ഏതൊക്കെയാണ്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫീൽഡ് നോട്ട് ആൻഡ് ഡാറ്റ ഷീറ്റ്. ഫീൽഡ് നോട്ട് നമുക്കറിയാം, ഹെർബേറിയത്തിൻ്റെയൊക്കെ കേസിൽ നമ്മൾ ഫീൽഡ് നോട്ട് പറഞ്ഞു. അപ്പോൾ ഫീൽഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻസ്, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഫീൽഡ് നോട്ടിൽ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഒരു സ്പെസിമെൻസിന് നമുക്കൊരു റഫായിട്ടുള്ള സ്കെച്ച് കൊടുക്കാൻ പറ്റും. അതിൻ്റെ എക്സാക്ട് ലൊക്കാലിറ്റി, ഡേറ്റ്, ടൈം, ഹാബിറ്ററ്റ്, എൻവയോൺമെൻ്റ് കണ്ടീഷൻസൊക്കെ നമുക്കൊരു ഫീൽഡ് നോട്ടിൽ നമ്മളൊരു ഫീൽഡ് നടത്തുന്ന സമയത്ത്, ഫീൽഡിൽ പോയി കളക്ഷൻ നടത്തുന്ന സമയത്ത് തന്നെ ഈ ഒരു നോട്ടിൽ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. അതൊരു മെത്തേഡാണ് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റയിൽ. പിന്നെ പറയുന്നതാണ് ഡാറ്റ ഷീറ്റുകൾ. അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റേനെ നമ്മൾ ഡാറ്റ ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ്, കൗണ്ട്സ്, ബിഹേവിയർ പാറ്റേൺസ്, എൻവയോൺമെൻ്റൽ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പിന്നീട് അതിനെ എടുക്കാനായിട്ട് പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ ഷീറ്റിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഫീൽഡ് നോട്ടിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. എന്താണ് ഫീൽഡ് നോട്ട് എന്നുള്ളത്? ടാക്സോണമിസ്റ്റുകളും ഇക്കോളജിസ്റ്റുകളും റിസർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് ഈ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ഈ ഫീൽഡ് നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഫീൽഡ് നോട്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മെയിൻലി ഈ ഒരു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഒരു ഡാറ്റേനെ നമുക്ക് എങ്ങനെയൊക്കെ അനാലിസിസ് നടത്താം, അതുപോലെ തന്നെ സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, പബ്ലിക്കേഷൻ നടത്താം. അതിനൊക്കെ ആ ഒരു ഡാറ്റ കളക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റും കൂടിയാണ് ഫീൽഡ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു എത്തിക്കൽ ആൻഡ് ലീഗൽ റിപ്പോർട്ടാണ്. ഞാൻ ചെയ്ത കളക്ഷൻസ് അത് ഒരു ഫീൽഡ് നോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ട് ഞാനത് അതിൻ്റെ ഒരു റെക്കോർഡ് പോലെ എനിക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഫീൽഡ് നോട്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് നോട്ടിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉണ്ടാവുക? ഒരു ഹെഡർ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അവിടെയാണ് അവരുടെ ഡേറ്റ്, ടൈം, ലൊക്കേഷൻ, വെതർ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് വരിക, അതുപോലെ തന്നെ ഒബ്സർവറിൻ്റെ നെയിം ഒക്കെ കൊടുക്കുന്നത് ഒരു ഹെഡർ ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു സെക്ഷനിൽ വരും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒബ്സർവേഷനിൽ വരുന്നതാണ് അവരുടെ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണ്, ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ബിഹേവിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡീറ്റെയിൽ ഒബ്സർവേഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ റഫായിട്ട് അതിനെ ഒന്ന് സ്കെച്ച് ചെയ്ത് അതിന് ഡയഗ്രാം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്പെസിമെൻ കളക്ഷൻ ഡീറ്റെയിൽസ്. കറക്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എൻവയോൺമെൻ്റൽ കണ്ടീഷൻസ് അതിൽ കൊടുക്കാം. ഹാബിറ്ററ്റ് ടൈപ്പ് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് ഈ ഒരു ഓർഗാനിസം ഉള്ളത്, വെജിറ്റേഷൻ എങ്ങനെയാണ്, അതർ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് എൻവയോൺമെൻ്റൽ കണ്ടീഷൻസിൽ കൊടുക്കാം. പിന്നെ പറയുന്നത് നമ്മുടെ പേഴ്സണൽ നോട്ടുകൾ. എന്തെങ്കിലും നമുക്ക് തോന്നുകയാണ് ഈ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ കാണുമ്പോൾ പേഴ്സണലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഹൈപ്പോത്തസിസ്, നമ്മുടെ എന്തെങ്കിലും ഒരു അനുമാനങ്ങളൊക്കെ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും? ഫീൽഡ് നോട്ട്ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ്, ഫീൽഡ് നോട്ട്ബുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ എൻട്രി വെച്ച് നമുക്ക്
ഫസ്റ്റ് കാര്യം നമ്മൾ അതാണ് പറഞ്ഞത്, ഡാറ്റ ഷീറ്റുകളും ഫീൽഡ് നോട്ടും. രണ്ടാമത്തെ ഒരു മെത്തേഡാണെന്ന് പറയുന്നതാണ് GPS ആൻഡ് ജിയോ ടാഗിങ്. GPS ആൻഡ് ജിയോ ടാഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം GPS വെച്ച് നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് GPS ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജിയോ ടാഗിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ പറയുന്നതാണ് ഫോട്ടോഗ്രാഫിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ. ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഹൈ റെസൊല്യൂഷനിലുള്ള നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോട്ടോ എടുക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഹാബിറ്ററ്റ് ഏതൊക്കെയാണ്, അവരുടെ ഒരു എൻവയോൺമെൻറ്റൽ പാറ്റേൺസ് എന്തൊക്കെയാണ്, ഇക്കോളജിക്കൽ സെറ്റിങ്സ് ഏതാണ്, പിന്നെ നമുക്ക് അവരുടെ മോർഫോളജി മനസ്സിലാക്കാൻ പറ്റും, അവർ പുറമേ കാണുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ ഒരു സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ഫോട്ടോ മാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്താൽ മതി, പുതിയൊരു സ്പീഷീസിനെ കിട്ടുമ്പോൾ നേരത്തെ ഫോട്ടോഗ്രാഫിലുള്ളതാണോ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റും. ഒരു റെക്കോർഡിംഗ് ഓഫ് ഡാറ്റയിലുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ. പിന്നെ അടുത്തൊരു പറഞ്ഞിട്ടുള്ളത് ഫോട്ടോഗ്രാഫ് പോലെ തന്നെ നമുക്ക് ഓഡിയോ വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. ഓഡിയോസ് റെക്കോർഡ് ചെയ്യാം, വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ബിഹേവിയർ എന്താണെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്ത് അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി പോയിട്ട് ഇവരുടെ ബിഹേവിയർ എന്താണെന്ന് പഠിക്കാൻ പറ്റില്ല, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രാത്രി കാലങ്ങളിൽ ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ബിഹേവിയറലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് വീഡിയോ റെക്കോർഡിങ്സും ഓഡിയോ റെക്കോർഡിങ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നതാണ് മൊബൈൽ ആപ്പുകളും ഡിജിറ്റൽ ടൂൾസും. നമുക്കറിയാം മൊബൈൽ ആപ്പുകളൊക്കെ, കുറേ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ്, ടാക്സോണമിക്കൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ആപ്പുകൾ, കുറച്ച് സൈറ്റുകളുണ്ട്. ഇപ്പോൾ iNaturalist, eBird എന്നൊക്കെ പറയുന്നത് കുറച്ച് സൈറ്റുകളാണ്. അത് വെച്ച് നമുക്ക് കുറച്ച് ഓൺലൈനായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് കയറ്റാൻ പറ്റും. കുറച്ചുകൂടി നമുക്ക് ഒരു ഓർഗാനിസത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതാണെന്നുള്ളത്. അങ്ങനെ കുറച്ച് മെത്തേഡ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രണ്ട് ടൂൾസാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസിലും ടാക്സോണമിയിലും ഉപയോഗിക്കുന്ന രണ്ട് സൈറ്റുകളാണ് iNaturalistഉം eBird എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വേറെ സൈറ്റുകളും മൊബൈൽ ആപ്പുകളും ഡിജിറ്റൽ ടൂൾസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഓൺലൈനിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ലോകത്തുള്ള എവിടെയുള്ള ആളുകളാണെങ്കിലും നമുക്ക് ആ ഡാറ്റ കിട്ടി നമുക്കത് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ eBird എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു സർഫേസാണിത്. അപ്പോൾ ബേർഡ്സിന് നമുക്ക് കാറ്റലോഗ് ചെയ്ത് അല്ലെങ്കിൽ അവരെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിതിൽ പറ്റും. അപ്പോൾ അവർ മെയിനായിട്ട് ബേർഡ്സിനെ ഫൈൻഡ് ചെയ്യുന്നു, അവരുടെ ഇൻസൈറ്റുകളൊക്കെ ഷെയർ ചെയ്യും, എന്നിട്ട് അവർ ലിസ്റ്റിനെ ട്രാക്ക് ചെയ്യും, ഏതൊക്കെ ബേർഡ്സ് ആണെന്നുള്ളത് ട്രാക്ക് ചെയ്യും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. iNaturalist ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന ഒരു സർഫേസാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അവർ ചെയ്യുന്നത് ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ഫെല്ലോ നാച്ചുറലിസ്റ്റിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അവരുടെ ഫൈൻഡിങ്സ് ഒക്കെ ഡിസ്കഷൻ നടത്തുന്നു. അങ്ങനെയൊക്കെയാണ് അവർ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് കറക്റ്റ് ഓർഗാനിസത്തിനെ പറ്റി പഠിക്കാൻ പറ്റും, അവരുടെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു സയൻറ്റിസ്റ്റായിട്ട് മാറാൻ പറ്റും. നമുക്കിപ്പോഴും ചെയ്യാൻ പറ്റും. ഓരോ സ്പീഷീസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ആർക്കും പറ്റും ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ബയോബ്ലിസ് പോലുള്ള കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റും. ബയോബ്ലിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു ഇവൻറ്റ്, ഇപ്പോൾ നമ്മളൊരു കോളേജ് എടുക്കുന്നു, ആ കോളേജിൻ്റെ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ സ്പെസിമെൻസ് എത്ര എണ്ണം കിട്ടി അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്പീഷീസ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് രണ്ട് തരത്തിലുള്ള റെക്കോർഡ് ചെയ്യാനുള്ള മൊബൈലായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ രീതിയിൽ നമുക്ക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റയിൽ പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ ഡാറ്റ ലോഗേഴ്സ്. എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, ഹ്യൂമിഡിറ്റി എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ്, ലൈറ്റ് കണ്ടീഷൻ എത്രയാണെന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമുക്കത് കറക്റ്റ് ഡാറ്റ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇത്ര ടെമ്പറേച്ചറിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ കിട്ടിയത്, ഈ ഒരു ഹ്യൂമിഡിറ്റിയിലാണ് കിട്ടിയത്, ലൈറ്റ് കണ്ടീഷൻസ് രാത്രിയാണ് ഈ ഒരു കളക്ഷൻ കിട്ടിയത്, പകലാണ് ഈ ഒരു കളക്ഷൻ കിട്ടിയത്, എക്സാക്റ്റ് ടൈം ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കിപ്പോൾ ഉണ്ട്. പിന്നെ പറയുന്നതാണ് റിമോട്ട് സെൻസിങ് ആൻഡ് GIS. റിമോട്ട് സെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിമോട്ട് സെൻസിങ് ടെക്നോളജീസ്, ഡ്രോൺസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജിനറി.
അതായത് ഇമേജ് എടുക്കുന്നത് മുകളിൽ നിന്നുള്ള ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. മുകളിൽ നിന്ന് നമ്മളൊരു ഇമേജിന് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഏരിയയിലുള്ള ഡാറ്റ നമുക്ക് ഒന്നിച്ച് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. മുകളിൽ നിന്നൊരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയയിൽ എത്ര ടൈഗർ ഉണ്ട്, അല്ലെങ്കിൽ എത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഷ്യസ് ഉണ്ട് എന്നുള്ളത് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ പറ്റും. ഇപ്പോൾ ഒരു ഏരിയയിൽ കൂട്ടമായിട്ടൊരു ഓർഗാനിസം ഉണ്ട്, മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡ്രോൺസ് ഉപയോഗിക്കുക, സാറ്റലൈറ്റ് ഇമേജറി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വേറൊരു മെത്തേഡ്. ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതും റെക്കോർഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പറയുന്നതാണ് ഫീൽഡ് സർവേസ് ആൻഡ് ക്വാഡ്രറ്റ്സ്. ഫീൽഡ് സർവേ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ ഫീൽഡിൽ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൾ വെറ്റ്ലാൻഡ് ആണ് നമ്മുടെ ഒരു സ്റ്റഡി ഏരിയ. കോൾ വെറ്റ്ലാൻഡ് ഒരു പാടത്തിൽ ഡാറ്റകൾ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ പാടത്തുള്ള ബേർഡ്സിൻ്റെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു എത്ര ബേർഡ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വലിയ പാടത്തിനെ നമ്മളൊരു 5-6 കഷ്ണമാക്കി 5-6 ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റുക, ട്രാൻസെക്റ്റുകളാക്കി മാറ്റുക. അങ്ങനെ ഓരോ ട്രാൻസെക്റ്റിൽ അല്ലെങ്കിൽ ഓരോ ഫ്രാഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു ദിവസം സാമ്പിളിങ് നടത്താം. രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതേ ആളുകളെ, ഇപ്പോൾ എനിക്ക് 4 ബേർഡ്സിനെ കിട്ടി, അപ്പോൾ രണ്ടാമത്തെ ദിവസം മുമ്പ് ഈ 4 ഏതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കും. അങ്ങനെ ഫീൽഡ് സർവേകൾ നടത്തി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സർവേ നല്ല പ്രോപ്പറായി നടത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ല ഡാറ്റ കിട്ടുള്ളൂ. വല്ലപ്പോഴും ഇപ്പോൾ നമുക്ക് 4 മാസത്തെ ഡാറ്റ കളക്ട് ചെയ്യണം, മാസത്തിൽ ഒരിക്കൽ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് പാറ്റേൺ അല്ലാതെ അതുകൊണ്ട് കിട്ടില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഫീൽഡ് സർവീസിന് പോകുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ മാത്രമാണ് നല്ല ഡാറ്റകൾ കിട്ടുള്ളൂ. ഈ ഡാറ്റകൾ നമുക്ക് പ്ലോട്ട് സാമ്പിളിംഗ് വഴി ക്വാഡ്രറ്റ്സ് ഒക്കെ വഴി നമുക്ക് കളക്ഷൻ നടത്താനായിട്ട് പറ്റും. മാനുവലി നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. സ്പീഷ്യസിനെ എങ്ങനെയാണ് പല സ്പെസിമെൻസിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കാറ്റലോഗിങ്ങും റെക്കോർഡിംഗ് ഓഫ് ഡാറ്റയും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സോണമിക്കൽ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. താങ്ക് യു.